മലബാർ സഭയുടെ 32ാമത് മെത്രാൻ സിനഡിന്റെ ഒരു പ്രത്യേക സമ്മേളനം 2024 ജൂൺ 14 വെള്ളിയാഴ്ച വൈകിട്ട് 5 മുതൽ 7 വരെ ഓൺലൈനിൽ ചേരുന്നു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇന്നലെ മെത്രാൻമാർക്ക് നൽകി. ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിനാണ് പ്രത്യേക സിനഡ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മറ്റു വിഷയങ്ങളൊന്നും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതല്ലെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. വിവിധ മതവിശ്വാസികൾക്കിടയിൽ ഐക്യം വളർത്തുന്നതിനുള്ള പ്രസ്ഥാനത്തിന്റെ സമർപ്പണത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഫൊക്കോളർ പ്രസ്ഥാനം സംഘടിപ്പിച്ച അന്തർമത സമ്മേളനത്തിൽ പങ്കെടുത്തവരുമായി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ ജൂൺ 3-ാം തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ധനകാര്യവും മാനസികതയും മതവും തമ്മിലുള്ള ഒരു സംവാദം ആരംഭിക്കാൻ ഈ 2 വർഷത്തിനുള്ളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ താൻ താൽപര്യത്തോടെ വായിച്ചതായി അറിയിച്ച പാപ്പ ഇറ്റാലിയൻ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രതിനിധികളുമായി ഈ സംവാദങ്ങൾ ആരംഭിക്കാൻ അവർ നടത്തിയ തിരഞ്ഞെടുപ്പിനെ പ്രശംസിച്ചു. ഗാസയുടെ സമാധാനത്തിനായി ജെറുസലേമിലെ ഹോളി സ്പൽക്കർ ദേവാലയത്തിന് സമീപം പ്രാർത്ഥന നടത്തി പലസ്തീൻ ക്രിസ്ത്യാനികൾ. മെയ് 31-നാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പഴയ നഗരമായ ജെറുസലേമിലെ തെരുവുകളിലൂടെ പ്രാർത്ഥനാ റാലി നടന്നത്. തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിന് മുൻപായി ജെറുസലേമിലെ ലത്തീൻ സഭയുടെ ഇടവക വികാരി ഫാദർ അംജാദ് സബാറയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്ത പിസ്ബെല്ല പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനിൽ പഞ്ചാബ് പ്രവിശ്യയിൽ മതനിന്ദ ആരോപിച്ച് മുസ്ലിം ജനക്കൂട്ട ആക്രമണം നടത്തിയ ക്രൈസ്തവൻ കൊല്ലപ്പെട്ടു. അസോസിയേറ്റഡ് പ്രസ് പറയുന്നതനുസരിച്ച് 72-കാരനായ നസീർ മസീഹാണ് ഇന്നലെ മരിച്ചത്. മെയ് 25-നായിരുന്നു അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. മുജാഹിദ് കോളനിയിലെ നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളെയും ഈ ആക്രമണം ബാധിച്ചു. അവർ ഈ പ്രദേശം വിട്ടുപോകാൻ നിർബന്ധിതരായി. സംഭവവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. ജില്ലാ പോലീസ് ഓഫീസർ അസദ് ഇജാസ് മൽഹി പറയുന്നതനുസരിച്ച് നസീർ മസീഹിനെ കനത്ത സുരക്ഷയിൽ സംസ്കരിച്ചു. ആക്രമണത്തിന് ശേഷം ക്രിസ്ത്യൻ പട്ടണങ്ങൾക്കും പള്ളികൾക്കും ചുറ്റും പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 1-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന തീയതി അറിയിക്കും. വത്തിക്കാൻ കോൺസിസ്റ്ററി ഹാളിൽ രാവിലെ 9 മണിക്ക് സാധാരണ പൊതുയോഗം നടക്കുമെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു. ഇറ്റലിയിൽ നിന്നുള്ള കാർലോ അക്യൂത്തിസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിക്ക് മാർപ്പാപ്പ അധികാരം നൽകിയത് മെയ് 23-നാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റുള്ളവർ കൺസോളം മിഷണറിമാരുടെ സ്ഥാപകനായ ജ്യൂസെപ്പെ അലമനോയാണ്. 1990-ൽ ജോൺ പോൾ 2 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇദ്ദേഹം.